നമ്മുടെ ചെടികൾ വളരാത്തതിൻ്റെ പ്രധാന കാരണം നമ്മൾ ചെയ്യുന്ന ചില തെറ്റുകളാണ്. ഹായ്, നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പതിവ് പോലെ ഗാർഡനിൽ എത്തിയിരിക്കുവാണ്. അപ്പോൾ രാവിലെ ചെടികൾക്കൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇന്ന് കുറച്ച് ചെടികളൊക്കെ നടാനുണ്ട്. അപ്പോൾ ഗാർഡനിങ് ഇഷ്ടമുള്ള കൂട്ടുകാരാണോ വീഡിയോ കാണുന്നത്? ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് തന്നേക്കുക കേട്ടോ. നമ്മുടെ പൂന്തോട്ടത്തിൽ നമ്മൾ ചെയ്യുന്ന ചില മിസ്റ്റേക്ക് കാരണമാണ് നമ്മുടെ ചെടികളൊക്കെ വേഗത്തിൽ വളരാത്തതും പൂവിടാത്തതും കേട്ടോ. അപ്പോൾ നമ്മൾ ചെടികൾ വളരാനൊക്കെയുള്ള ടിപ്സൊക്കെ നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണം കേട്ടോ. കൂടാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നമ്മൾ സാധാരണ ചെടിക്കാണേലും പച്ചക്കറിക്കാണേലും NPK വളങ്ങളൊക്കെയാണ് കൂടുതൽ കൊടുക്കാറല്ലേ. അപ്പോൾ പക്ഷെ നമ്മൾ ഒരു ചെടി നട്ടിട്ടത് വേര് പിടിച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മൾ കൊടുക്കേണ്ടത് നൈട്രജൻ കണ്ടൻറ്റുള്ള വളമാണ്. അപ്പോൾ നമ്മൾ നൈട്രജൻ കണ്ടൻറ്റുള്ള വളത്തിന് പച്ചില വളങ്ങൾ, ചാണകം, പിന്നെ നമ്മൾ ചാണകം കിട്ടാത്തപ്പോൾ ചീമക്കൊന്നയില അങ്ങനെയൊക്കെയാണ് കൊടുക്കാറല്ലേ. പച്ചച്ചാണകം പൊളിപ്പിച്ചിട്ട് നേർപ്പിച്ച് ഒഴിച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ പച്ചച്ചാണകം കിട്ടാത്തവർക്ക് ഇപ്പോൾ എനിക്ക് കിട്ടാനില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടും ഈ ചീമക്കൊന്നയില അത് അരച്ച് കലക്കി അത് നന്നായിട്ട് ഡൈലൂട്ട് ചെയ്താണ് കൊടുക്കാറ്. അപ്പോൾ ചെടി നട്ട് വേര് പിടിച്ച് കഴിയുമ്പോൾ നമ്മൾ ആദ്യം കൊടുക്കുന്നത് അതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെടി നന്നായിട്ട് വളർന്ന് അതിൻ്റെ ഇലയൊക്കെ നല്ല രീതിയിൽ ഒന്ന് പച്ചപ്പായിട്ടൊക്കെ വരുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നൈട്രജൻ കണ്ടന്റ് അടങ്ങിയ വളങ്ങളൊക്കെ കൊടുത്ത് ഒരാഴ്ചയ്ക്ക് ശേഷം പിന്നെ നമുക്ക് NPK വളങ്ങളൊക്കെ കൊടുത്തു തുടങ്ങാം. അപ്പോഴേക്കും ഒരു ചെടി നട്ട് നമുക്കൊരു 2 ആഴ്ച 3 ആഴ്ച ആകുമ്പോഴത്തേക്കും അതിൽ മുട്ടൊക്കെ ഇട്ട് തുടങ്ങും. അപ്പോൾ നമ്മുടെ ചെടിയിലൊക്കെ ഒരുപാട് പൂവുകളൊക്കെ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുമേ. അപ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധയൊന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടികൾ വേഗത്തിൽ വളരുകയും ചെയ്യും, പൂവിടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ വളം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ചെടികൾക്ക് നനയ്ക്കുന്നതും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. എപ്പോഴും നനച്ച് കൊടുക്കുന്നത് രാവിലെ തന്നെയാട്ടോ നല്ലത്. അപ്പം ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നതിന് വേണ്ടിയിട്ട് രാവിലെ നനച്ച് കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ നമുക്ക് വൈകുന്നേരം നല്ല വെയിലുള്ള സമയമാണെങ്കിൽ ചിലപ്പോൾ വൈകുന്നേര സമയത്തൊക്കെ നനച്ച് കൊടുക്കേണ്ടതായിട്ട് വരും. ഉച്ച സമയത്ത് ഒരു കാരണവശാലും നമ്മൾ നനച്ച് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ചെടിയുടെ വേരുകൾക്കൊക്കെ അത് കേടുപാട് സംഭവിക്കാനായിട്ട് ഇടയുണ്ടാകുമേ. എനിക്കിപ്പോൾ അധികം മുറ്റമൊന്നുമില്ല. അപ്പം ഞാൻ കുറച്ചുള്ള സ്ഥലങ്ങളിൽ കൂടെ, അതും വെയിലേറ് നോക്കി കുറച്ച് സ്ഥലമുള്ളിടത്തൂടെയാണ് എൻ്റെ ചെടികളൊക്കെ വച്ച് പിടിപ്പിക്കുന്നത്. അപ്പം നമുക്ക് അധികം സ്ഥലമില്ലെങ്കിലും ഇങ്ങനെ ആഗ്രഹമുള്ളവർക്ക് ഒരു പൂന്തോട്ടമൊക്കെ ഉണ്ടാക്കാനോ ഒരു പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കാനോ ഒന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ എല്ലാവർക്കും സാധിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇതെല്ലാം. അപ്പോൾ ഗാർഡനിങ് ഒക്കെ ഇഷ്ടമുള്ളവർ ഇതൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ചെടികളും 0 കോസ്റ്റിലാണ് വളർത്തിയിരിക്കുന്നത്. നട്ടിരിക്കുന്നതൊക്കെ പെയിൻറ്റ് ബോക്സിൽ കൂടെയൊക്കെയാണ്. ചട്ടികളിലൊക്കെ കുറച്ച് മാത്രമേ ഉള്ളൂ, പിന്നെ മണ്ണിലുമൊക്കെ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ വളമൊക്കെയാണേലും കൊടുക്കുന്നത് കൂടുതലും അടുക്കളയിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റൊക്കെ, പച്ചക്കറി ഒക്കെ അരിയണ വേസ്റ്റ്, അതൊക്കെ നമ്മൾ കമ്പോസ്റ്റാക്കി അങ്ങനെയൊക്കെയാണ് കൂടുതലും കൊടുക്കാറ്. പിന്നെ ഇതുപോലെ ചീമക്കൊന്ന ഇലയൊക്കെ അരച്ച്, പിന്നെ ചില സമയങ്ങളിൽ മാത്രം അല്പം കടലപ്പിണ്ണാക്ക് മേടിച്ച് പുളിപ്പിക്കും. അത് കഞ്ഞിവെള്ളം, ചീമക്കൊന്നയില അങ്ങനെ അതെല്ലാം കൂടെ ചേർത്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ കടലപ്പിണ്ണാക്കിൽ നന്നായിട്ട് NPK വളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ലതാണ് ഇടയ്ക്ക് കൊടുക്കുന്നത്. ഇല്ലെങ്കിലും നമ്മുടെ ഈ പച്ചിലകളും അടുക്കള വേസ്റ്റിൽ നിന്നൊക്കെ കിട്ടുന്നത് നല്ല രീതിയിലുള്ള NPK വളമാണ്. അപ്പോൾ നമുക്ക് 1 രൂപ പോലും ചിലവില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ ഉള്ള സ്ഥലത്ത് നമുക്കൊരു പൂന്തോട്ടം ഉണ്ടാക്കുകയും ചെയ്യാം, ഇങ്ങനെ ചിലവില്ലാത്ത വളങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു പൂവ് ഒക്കെ വിടരുന്നതൊക്കെ ഒന്ന് കാണുന്നത് തന്നെ നമുക്കൊരു മനസ്സിന് സുഖമുള്ള കാര്യമാണ്. അതുപോലെ നമുക്ക് ഏറ്റവും പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഗാർഡൻ. അപ്പോൾ ഒരു പൂന്തോട്ടത്തിൽ വന്നു നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും അതെല്ലാം മാറിപ്പോകും. അപ്പോൾ ഇത് ഗാർഡനിങ് ഒക്കെ ഇഷ്ടപ്പെടുകയും അത് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇത് കാര്യം എന്താണെന്ന് പിടികിട്ടും. പറയുമ്പോൾ തന്നെ അവരൊക്കെ അനുഭവിക്കുന്ന കാര്യമാണ് ഞാൻ പറയണത്.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ കാഴ്ചകൾ. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇതുവരെ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി.